Hello students. In this video, we are going to discuss about small-sized societies and multi-purpose cooperative societies, which I have used a short form like MPCS. Okay, in the last video about PACS, I have mentioned that different forms of primary agricultural credit societies were introduced as part of the recommendations of different committees, or by understanding the limitations of each form. Over the time, many different kinds of cooperatives, primary cooperatives were developed. So we are in this video onwards we will be moving on to what is the difference between these different forms of cooperative, primary cooperative credit societies. So from the origin, it was a small sized cooperative society, very similar to the features that we have mentioned in PACS. And then it extended its activities to include more things, more facilities to its members. And we'll just go through what is small size societies, and what are the limitations of small size societies which paved way for multi-purpose cooperative societies. And after that we have large size societies, farmer service societies, and different forms also to discuss. But in this video we'll be covering only small size societies and multi-purpose cooperative societies. Small sized societies. This was the first form of cooperative societies. ഇപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്തത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ഗവേൺ ചെയ്യുന്നൊരു ആക്ട് നിലവിൽ വന്നു. ആ ആക്ടിന് ശേഷമാണ് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഒക്കെ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പേ ജർമ്മനിയിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ റൈഫീസൺ ഷൂൾസ് മോഡൽ സൊസൈറ്റീസ്, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യമായി തുടങ്ങിയ സൊസൈറ്റീസാണ് നമ്മുടെ സ്മോൾ സൈസ്ഡ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അത് സെറ്റപ്പ് ചെയ്തത് റൈഫീസൺ മോഡലിലാണ്. റൈഫീസൺ മോഡൽ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് 6th സെമ്മിൽ പഠിക്കാനുണ്ട്. ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ്സ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ് റൈഫീസൺ മോഡൽ. അൺലിമിറ്റഡ് ലയബിലിറ്റി ഒക്കെ ആയിട്ട് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഫോമാണ് റൈഫീസൺ മോഡൽ എന്ന് പറയുന്നത്. അത് സക്സസ്ഫുൾ ആയപ്പോഴാണ് ക്രെഡിറ്റിൻ്റെ മേഖലയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇപ്പോൾ 1844 സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് 1844 വന്ന റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കോപ്പറേറ്റീവ്സ് നല്ലൊരു രീതിയാണ് എന്നൊക്കെ മനസ്സിലായത് ഈ റൈഫീസൺ മോഡൽ സക്സസ്ഫുൾ ആയപ്പോഴാണ്. ഇപ്പോൾ റൈഫീസൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി സക്സസ്ഫുൾ ആയപ്പോഴാണ് ഇത് ക്രെഡിറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് മനസ്സിലാവുകയും കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത് ഈ റൈഫീസൺ മോഡലിന് ശേഷമാണ്. അപ്പോൾ ഈ റൈഫീസൺ മോഡലിലാണ് റൂറൽ ഏരിയയിലേക്കുള്ള ക്രെഡിറ്റ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതാണ് റൈഫീസൺ മോഡലിൻ്റെ പ്രത്യേകത. ഈ ഷൂൾസ് ഡെലിഷ് കോർപ്പറേഷനാണ് പിന്നെ ഉണ്ടായിരുന്നത്. അത് അർബൻ ഏരിയയിലെ റിക്വയർമെൻറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ആർട്ടിസൻസിൻ്റെയൊക്കെ. ഇത് കർഷകരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ റൈഫീസൺ മോഡൽ വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ കവറിങ് 1 വില്ലേജ്, ഒരു ഗ്രാമം, അതാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് റൈഫീസൺ മോഡൽ ഉണ്ടായിരുന്നത്. അത് ആ രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തത് സ്മോൾ സൈസ്ഡ് സൊസൈറ്റീസ്. ദ മെയിൻ ഒബ്ജക്റ്റ് എന്തായിരുന്നു? ടു റേസ് ഫണ്ട്സ് ഫോർ ഗ്രാൻറ്റിംഗ് ലോൺസ് ടു മെമ്പേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദ സ്പിരിറ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് ത്രിഫ്റ്റ്. അപ്പോൾ ആൾക്കാരുടെ അടുത്തു നിന്നുള്ള ചെറിയ ചെറിയ സേവിങ്സൊക്കെ സ്വരുക്കൂട്ടിയിട്ട് അത് ആ മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യുക, ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കാനും ഒക്കെയാണ് ഇത് ഉദ്ദേശിച്ചത്. എനി 10 or more persons can apply for its registration. പാക്സിലുള്ള പോലെ പാക്സ് തന്നെയാണ് അത്. And membership was open to persons having above the age of 18 residing in the area of operation of the society. ഇപ്പോൾ 2 കണ്ടീഷൻസേ മെമ്പേഴ്സ് ആവാനുള്ളൂ. ഒന്ന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, രണ്ടാമത്തത്
ആ ഏരിയ, ആ സൊസൈറ്റി എവിടെയാണോ, ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണോ അവിടെ ആയിരിക്കണം ഇയാൾ റിസൈഡ് ചെയ്യുന്നത്. It provided short and medium term credit to its members for agricultural operations, supply of agricultural and other requisites, and marketing of agriculture produce. ഇങ്ങനെ 3 മേഖലകളാണ് ഈ സൊസൈറ്റി കാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക, അഗ്രികൾച്ചറൽ ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ്, ഫാമേഴ്സിൻ്റെ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക, ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ മാർക്കറ്റ് ചെയ്യുക. It was considered 1928 it was considered as a most suitable ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ അങ്ങനെ ആദ്യകാലങ്ങളിൽ അതിനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്നൊക്കെയാണ് അതിനെ കരുതിയിരുന്നത്. ബട്ട് ബൈ ദ പാസേജ് ഓഫ് ടൈം ഓവർ ദ ഇയേഴ്സ് മെനി പ്രോബ്ലംസ് ഇൻ ദ വർക്കിംഗ് വാസ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു കാര്യം തുടങ്ങുമ്പോഴേക്കും ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ തുടങ്ങുക. പക്ഷേ തുടങ്ങി അതൊരു ചാനലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇറ്റ് കനോട്ട് സാറ്റിസ്ഫൈ ലോങ് ടേം റിക്വയർമെൻറ്റ്സ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇതിൻ്റെ വീക്ക്നെസ്സസ് ഒക്കെ ഇത്ര ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്ങിന് നല്ല ഓഫീസസ് ഒന്നും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് ആൾക്കാരെ അതിനകത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ലിമിറ്റേഷൻസൊക്കെ വീക്ക്നെസ്സസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു ഓവർ ദ ഇയേഴ്സ്. Due to meager profits, they could not afford to avail the skills of trained staff. They could collect very little own funds, and their borrowing limits were not large enough to enable secure credits from higher financing agencies. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് കിട്ടാനും ഈ ഓൺ ഫണ്ട്സ് കുറവായതുകൊണ്ട് അതിനുള്ള സാധ്യതകളൊക്കെ കുറവായിരുന്നു. Then they could not serve the needs of the members adequately. ആൾക്കാരുടെ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ 1,00,000 രൂപ ലോൺ ചോദിച്ചാൽ ആ 1,00,000 കൊടുക്കാനുണ്ടാവണ്ടേ, അപ്പോൾ അത് സെർവ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള ലിമിറ്റേഷൻസൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫെയിലിയറായിട്ട്. ദസ് ഫെയിൽ ടു ബ്രിങ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ. ഉദ്ദേശം അതായിരുന്നു. ക്രെഡിറ്റ് നീഡ്സ് അല്ലാതെ തന്നെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പം അവരുടെ ഉദ്ദേശം ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളതായിരുന്നു, നല്ല രീതിയിൽ മാറ്റിമറിക്കുക എന്നാണ്. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഇതിന് സാധിച്ചില്ല. അപ്പോഴാണ് നമ്മൾ പുതിയ രീതികളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, MPCS. This was formed with the objective of establishing close and continuous connection with the members and encouraging constant consultation between the members and the society. ഇത് കുറച്ചും കൂടി കോംപ്രഹെൻസീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് വന്നതാണ്. എന്താണ് ഈ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ മെമ്പേഴ്സും സൊസൈറ്റിയും തമ്മിൽ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ക്ലോസ് കമ്മ്യൂണിക്കേഷനും കൺസൾട്ടേഷനും ഒക്കെ നടക്കുക. സോ ദാറ്റ് ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് MPCSൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്. The MPCS should not merely be an agency for supplying finance, credit facility കൊടുക്കാൻ മാത്രമുള്ളതല്ല, but an influence for the all-sided development of agriculture and betterment of life of the villagers from every point of view. ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും ആൾക്കാർക്ക് എല്ലാ രീതിയിലുള്ള ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം ഈ MPCS എന്നാണ് ഉദ്ദേശിച്ചത്. According to RBI, an MPCS is a process or technique of economic rehabilitation of agriculture and agricultural producer. അങ്ങനെ ഒരു ഭയങ്കര തറോ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റായിട്ടാണ് MPCS വന്നത്. റീഹാബിലിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ മൊത്തമായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാനും അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസറിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു MPCS എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. The functions of MPCS gained momentum during the Great Depression and World War II. അങ്ങനെ ഇത് ഫോം ചെയ്തു. അങ്ങനെ ഇതിന് കൂടുതൽ പ്രചാരം, സ്മോൾ സൈസ്ഡ് സൊസൈറ്റി ആയിരുന്നല്ലോ അത്രയും കാലം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് മാറി MPCSന് കൂടുതലായിട്ടൊരു പ്രൊമോഷനൊക്കെ കിട്ടിയത്
1930s വന്നിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അതിനുശേഷം വന്നിട്ടുള്ള വേൾഡ് വാർ 2 അതിലൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് ആൾക്കാർ വല്ലാതെ പ്രശ്നങ്ങളിലകപ്പെട്ട് ആവശ്യങ്ങൾ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇങ്ങനെ ഒരു ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹെൽപ്ഫുൾ ആണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും ഇതിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുകയും ചെയ്തത്. In 1946, Cooperative Planning Committee and in 1947, RBI recommended the multi-purpose pattern of cooperative organization throughout the country. അങ്ങനെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി 1946-ലും 47-ൽ RBIയും ഇതാണ് പിന്നെ രാജ്യം മൊത്തം വേണ്ടത് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് നടത്തുകയൊക്കെ ചെയ്തു. The multi-purpose idea can be described by a famous formula of Horace Planchard's formula. Sorry, I forgot to mention it here. Better farming, better business and better living. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ബെറ്റർ ഫാമിംഗ് എല്ലാ മേഖലയും, ബെറ്റർ ഫാമിംഗ് ഫെസിലിറ്റീസ് കൊടുക്കണം, ബെറ്റർ ബിസിനസ് അത് മാർക്കറ്റ് ചെയ്യാൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, ആൻഡ് ഷുഡ് പ്രൊവൈഡ് ബെറ്റർ ലിവിങ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി 1946 അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തു. എന്തൊക്കെ ആയിരിക്കണം ഒരു മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വാട്ട് ഷുഡ് ബി ദ ഫങ്ഷൻസ് ഓഫ് MPCS. അത് പ്രകാരം ഇറ്റ് ഷുഡ് ഫിനാൻസ് ക്രോപ്പ് പ്രൊഡക്ഷനെ ഫിനാൻസ് ചെയ്യണം. ദെൻ ആക്ട് ആസ് എൻ ഏജൻറ്റ് ഫോർ സെയിൽ ഓഫ് ക്രോപ്സ് ടു ദ നിയറസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ്സിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് അത് അവർ ഏജൻറ്റ് ഫോർ സെയിലായിട്ട് അവരെന്താ ചെയ്യുക, നിയറസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് അവർ ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് അവർ ഓപ്പറേഷൻസൊക്കെ അണ്ടർടേക്ക് ചെയ്യുക. ദെൻ supply the farmers with farming requirements like seeds, cattle feed, fertilizers and agricultural implements, and consumer goods like clothes, kerosene, salt and matches on the basis of established needs. അപ്പോൾ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ അഗ്രികൾച്ചറൽ നീഡ്സും അതേപോലെ അയാളുടെ കൺസ്യൂമർ നീഡ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ തക്ക രീതിയിലാണ് ഈ MPCSൻ്റെ ഫോർമേഷൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ കാറ്റർ ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇതിൻ്റെ ഫങ്ഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടു സെർവ് ആസ് എ മിൽക്ക് കളക്റ്റിംഗ് സ്റ്റേഷൻ ഫോർ നിയറസ്റ്റ് ഡയറി. അപ്പോൾ ഇനിയിപ്പം ഡയറി ഫാമേഴ്സാണ് കൂടുതലുള്ളതെങ്കിൽ ആ നിയറസ്റ്റ് ഡയറീൻ്റെ മിൽക്ക് കളക്റ്റിംഗ് സ്റ്റേഷനായിട്ട് ഈ കോപ്പറേറ്റീവ് വർക്ക് ചെയ്യണം. ആൻഡ് സെൻറ്റർ ഫോർ ആനിമൽ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ അങ്ങനെ ആനിമൽ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്ന തരത്തിൽ ഈ സൊസൈറ്റി എൻഗേജ് ചെയ്യണം. ദെൻ സെർവ് ആസ് എ സെൻറ്റർ ഫോർ മെയിൻറ്റെയിനിങ് അഗ്രികൾച്ചറൽ മെഷീനറി ഫോർ ദ ജോയിൻറ്റ് യൂസ് ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ വലിയ മെഷീനറീസ്, ഇപ്പോൾ ട്രാക്ടർ വേണം, ഇപ്പോൾ ഇതൊരു ഒരാൾക്ക് ഒന്ന് ഓൺ ചെയ്യാൻ പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അതൊരു സെൻറ്ററായിട്ട് നിലനിൽക്കുക. ദെൻ എൻകറേജ് സബ്സിഡിയറി ഓക്യുപ്പേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ അഗ്രികൾച്ചർ പറഞ്ഞാൽ സീസണലാണ്, അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും സബ്സിഡിയറി ഓക്യുപ്പേഷൻസ് ഒക്കെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളും അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടുന്ന രീതിയിലും ആയിരിക്കണം MPCSൻ്റെ ഫങ്ഷൻസ് എന്നുദ്ദേശിച്ചാണ് ഇത് വന്നത്. ഇപ്പോൾ 1946 പ്ലാനിംഗ് കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് അങ്ങനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് MPCS ആണ് ഇത്രയും. ഇവിടെയും എന്താ വെച്ചാൽ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ദി സൊസൈറ്റി ഷോഡ് സൈൻസ് ഓഫ് വീക്ക്നെസ്. ആദ്യമൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തു, പക്ഷേ പിന്നെയും സൈൻസ് ഓഫ് വീക്ക്നെസ് കാണിക്കാൻ തുടങ്ങി. ദ നോൺ ക്രെഡിറ്റ് ഫങ്ഷൻ ഡിഡ് നോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രോൾഡ് കമോഡിറ്റീസ്. കുറച്ച് പേരിന് കുറച്ച് കമോഡിറ്റീസിന് ഡെലിവറി എന്നല്ലാതെ ഈ നോൺ ക്രെഡിറ്റ് ഫങ്ഷൻ അത്ര സുഗമമായിട്ട് നടത്താൻ സാധിച്ചില്ല. ദ എയിം ഓഫ് കവറിങ് ദ എൻറ്റയർ ലൈഫ് ഓഫ് കൾട്ടിവേറ്റേഴ്സ് റിമെയിൻഡ് അൺഫുൾഫിൽഡ്. മൊത്തം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ. MPCSന് അത് അങ്ങനെ അങ്ങോട്ട് കാറ്റർ ചെയ്യാൻ സാധിച്ചില്ല. ഇത്രയുമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന ഈ ലിമിറ്റേഷൻസ് ആണ് പേവ്ഡ് വേ ഫോർ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന.
ലാർജ് സൈസ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ളത്. അതായത് MPCS എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത്, ഇറ്റ് കുഡ് നോട്ട് ബി ഡെലിവേർഡ് ഫുള്ളി. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വേറെ ഫോംസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.